അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ടിക്കറ്റ് വരെ ക്യാൻസൽ ചെയ്ത് തൻ്റെ അരികിലേക്ക് വന്ന ആ ഒരു നിമിഷം സഫീർ ഓർക്കുകയാണ്, റബ്ബേ അല്ലാഹുവേ, ഇത്രമാത്രം സ്നേഹമുള്ളവരും ഉണ്ടല്ലോ റഹ്മാനെ ഈ ദുനിയാവിൽ. എനിക്ക് എൻ്റെ വീട്ടിലെ സ്നേഹം നഷ്ടമാകുന്നു എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്നേഹം അതെനിക്ക് ഒരിക്കൽ പോലും മറക്കാൻ കഴിയുന്നില്ലല്ലാ. ശരിക്കും പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ് സഫീർ. കാരണം സ്വന്തം ജ്യേഷ്ഠനിയന്മാർക്ക് ഇത്രയധികം സ്നേഹമില്ല. എൻ്റെ കൂടപ്പിറപ്പല്ല, എൻ്റെ കൂടെ ജനിച്ചിട്ടല്ല, ഒരു ഉമ്മയുടെ മക്കളല്ല, ഇതുവരെ കൂട്ടുകാരുമല്ലായിരുന്നു. എന്നാൽ ഈയിടെയുള്ള ഈ ഒരു സൗഹൃദ ബന്ധം പടച്ചോനെ റഹ്മാനെ, അതാണ് പറഞ്ഞത് ദീനുള്ളവരെ കൂട്ടുപിടിക്കണമെന്ന്. കണ്ടില്ല എത്രമാത്രം സ്നേഹത്തോടെയാണ് എൻ്റെ കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ബാക്കി വെച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തിരിച്ചു വന്ന തൻ്റെ പ്രിയപ്പെട്ട ആശുസ്താദിനെ ആലോചിച്ച് നമ്മുടെ സഫീർ ശരിക്കും സങ്കടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുവേ റഹ്മാനെ, അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കല്ലാ. പടച്ചോനെ, വീൽ ചെയറിൽ കഴിയുന്ന കുട്ടിയെയാണ് എൻ്റെ ആശുസ്താദ് വിവാഹം കഴിക്കുവാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു കുഴപ്പവുമില്ലായിരുന്ന എൻ്റെ ജ്യേഷ്ഠ ഭാര്യ ഹാദിയയെ. റബ്ബേ, നീ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണല്ലോ. എനിക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിക്കുന്ന സ്ഥിതിക്ക് റഹ്മാനെ, അവർക്ക് നീ പടച്ചോനെ അതിനുള്ള പ്രതിഫലം നീ നൽകുക റഹ്മാനെ. ശരിക്കും സഫീർ ഹൃദയം പൊട്ടിയാണ് ദുആ ചെയ്തത്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി തൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ച് തൻ്റെ മനസ്സമാധാനത്തിന് തൻ്റെ അരികിലേക്ക് ഓടിയെത്തിയ ആഷി ഉസ്താദ്. അല്ലാ റബ്ബെ, ഒരിക്കലും മറക്കാനാവില്ല അല്ലാ. പടച്ചോനെ, ഈ ലോകത്തും പരലോകത്തും അതിനുള്ള പ്രതിഫലം നീ കൊടുക്ക് റഹ്മാനെ. ആമീൻ. ശരിക്കും നമ്മുടെ സഫീർ ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയാണ്. എന്നാൽ ഈ സമയം വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു. അല്ലാ, ഉമ്മയാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. ശരിക്കും സലാം പോലും ഒന്നും മടക്കാത്ത ഉമ്മ. അതെ, ഫ്ലൈറ്റ് കയറിക്കോ. എന്തോ ഉമ്മ, എന്തേ കയറാനാ പറഞ്ഞത്? ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നുമില്ല, എനിക്ക് വേണേൽ അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകാം. എന്താ, ഫ്ലൈറ്റിൽ കയറിയാൽ 4-5 മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലമാണ്. അതിപ്പോൾ ഒരുപാട് മാസങ്ങളോളം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താ ഉമ്മ എന്തേ പറയുന്നത്? നിന്നോട് വരാനാ പറഞ്ഞത്. ഒരു പെണ്ണ് കാണലുണ്ട്. പെണ്ണ് കാണലോ? എനിക്കോ? അതെ, പെണ്ണ് കാണലുണ്ട്. നമ്മുടെ കുടുംബത്തിനെ പറ്റിയൊരു പെണ്ണിൻ്റെ കാണലുണ്ട്. ഉമ്മ, ഞാൻ പോയിരുന്നു ഇന്നലെ കാണാൻ. എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിനക്കത് മതി, ആ കുട്ടി. ശരിക്കും സഫീർ ഞെട്ടിപ്പോകുകയായിരുന്നു. ഉമ്മ എന്ത് നിങ്ങളീ പറയുന്നത്? ഞാൻ ഉമ്മയോട് വേണ്ട, ഒന്നും ഇങ്ങോട്ട് പറയണ്ട, വേഗം വാ, വേഗം ടിക്കറ്റ് എടുത്ത് പോര്, നാളെ തന്നെ ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോര്, നാളെ ഇവിടെ എത്തണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ എൻ്റെ മോൻ ഇവിടെ എത്തുന്നുള്ളത്. ഉമ്മ, ഇതിപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ. എന്ത് പ്രതീക്ഷിക്കാനേ? എൻ്റെ മോൻക്ക് കല്യാണം നോക്കുന്നതിലും എനിക്ക് നോ പ്രോബ്ലം. അതൊരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോൻ്റെ കല്യാണം നോക്കേണ്ടത് ഞാനാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. മനസ്സിലായല്ലോ? വേഗം ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോര്, അല്ലെങ്കിലുണ്ടല്ലോ. പിന്നെ ഞാൻ നിൻ്റെ പെറ്റുമ്മയാണ്, അധികം മറക്കണ്ട. കുറേ ദീനും കാര്യങ്ങളും കുറേ പഠിച്ച് നടന്നിട്ട് കാര്യമില്ല. പെറ്റുമ്മയെ വേദനിപ്പിച്ചാലേ അതിൻ്റെ ശിക്ഷ നിന്നെ തന്നെ തേടിയെത്തും. നോക്കിക്കോ, വേഗം ടിക്കറ്റ് എടുത്തുകൊണ്ട് പോര് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പടച്ചോനെ, മനസ്സമാധാനം നഷ്ടപ്പെടാൻ വേറെ വല്ലതും വേണോ? സഫീർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അവൻ ആ രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവൻ ആ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തു ചെയ്യും റബ്ബേ? ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയുന്നില്ലല്ലോ റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? പടച്ചോനെ, ശരിക്കും അവൻ്റെ ആ ഒരു മാനസികാവസ്ഥ അത് വളരെയധികം വിഷമിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയ കൂട്ടുകാരൻ ഉറങ്ങിയിട്ടില്ല എന്ന് ആഷിക്ക് മനസ്സിലായി. ആഷി എഴുന്നേറ്റു. സഫീർ, അതെ, ബാൽക്കണിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സഫീറിനെയാണ് ആഷി കണ്ടത്. സഫീർ, എന്ത് പറ്റിയടാ? ഇവിടെ വന്ന് കിടക്ക്. നീ എന്തേ നട്ടപ്പാതിരാക്കി എണീറ്റ് നടക്കുന്നത്?
ഇവിടെ വന്ന് കിടന്ന് എന്തിൻ്റെ പ്രശ്നം? ഞാൻ പറഞ്ഞില്ല എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ആദ്യം പടച്ച റബ്ബിനോട് പറയാന്നുള്ളത്. ആശി, ഞാൻ എന്താ ചെയ്യുക? എന്താടാ? എന്താ? അതെ, എനിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് അത്രേ. നാളെ എൻ്റെ പെണ്ണ് കാണലാണെന്ന്. അതെ, ഉമ്മ പോയി കണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ആശ്വസ്ത ഞെട്ടിപ്പോയി. സഫീർ, എന്താ ഇത്? അപ്പോൾ നമ്മളിവിടെ പെണ്ണ് കാണലെ കഴിഞ്ഞതല്ലേ? എന്താടാ ചെയ്യുക? എൻ്റെ ഉമ്മ അത്രക്കും വാശിക്കാരിയാണ്. അതിനോട് എന്താ പറയേണ്ടത് എനിക്കറിയുന്നില്ല. അത്രക്കും മോശമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ. അല്ലാ, സഫീറിൻ്റെ ഉള്ളം വല്ലാതെ അങ്ങോട്ട് വിഷമിക്കുന്നു. പഠിച്ചവനെ, ഞാൻ എന്താ ചെയ്യുക? എന്നാൽ ആഷി പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, തൽക്കാലം വാശി പിടിക്കണ്ട. എന്തായാലും ഇവിടെ റിസ്വാന വക്കീലിനെ നമ്മൾ കണ്ടതും സംസാരിച്ചതും ഒക്കെ ഓക്കെ ആക്കിയതാണ്. പക്ഷേ ഇനി നിൻ്റെ ഉമ്മ പറഞ്ഞ സ്ഥിതിക്ക് അതിന് നീ എതിരെ പ്രവർത്തിക്കണ്ട. തൽക്കാലം നാട്ടിലേക്ക് പോ, എന്നിട്ട് ബാക്കി ഇൻഷാ അല്ലാ. എന്തായാലും 1-2 ആഴ്ച ലീവാണല്ലോ. അതെ, ഇനിയിപ്പോൾ അവർ പറഞ്ഞ സ്ഥിതിക്ക് അതൊരിക്കൽ പോലും അതിനെ മാറ്റം വരുത്തണ്ട. അത് ഞാൻ എങ്ങനെ? അതിപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ചതിയല്ലേ. കാരണം ഞാൻ റിസ്വാൻ വക്കീലിനെ നമ്മൾ പോയി ഇഷ്ടപ്പെട്ട് വാക്കൊക്കെ കൊടുത്തതല്ലേ. അത് സാരല്ല, അവരോടൊന്ന് കാര്യം പറയാം. കാരണം കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ് അവർ. പിന്നെ നിൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടുകാർക്ക് അല്പം ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ. സാരല്ല, ഏതായാലും പ്രസവിച്ച ഉമ്മയല്ലേ. പ്രസവിച്ച ഉമ്മക്ക് വേണ്ടി നീ അവർ പറഞ്ഞ ഒരു കാര്യം നിറവേറ്റാൻ വേണ്ടി പോയിക്കോ, അതിന് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ശരിക്കും അത് സഫീറിന് വല്ലാത്തൊരു വിഷമമായി. ഇല്ലടാ, എന്തിനാ വെറുതെ അന്യ പെണ്ണുങ്ങളെ കാണാൻ പോകുന്നത്? എനിക്കൊട്ടും താല്പര്യമില്ല ആഷി. എന്നാൽ ആശ്വസ്ത പറഞ്ഞു, എന്തായാലും നിൻ്റെ പ്രസവിച്ച ഉമ്മ എത്ര കാര്യമാണെങ്കിലും നിൻ്റെ പ്രസവിച്ച ഉമ്മയല്ലേ പറഞ്ഞത്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മോൻ വന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നല്ലൊരു കാരണമാകും എല്ലാത്തിനും. തൽക്കാലം സഫീർ പോകാൻ വേണ്ടി നോക്കാം. ശരിക്കും സഫീർ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിൽ. എന്നാൽ റിസ്വാന വക്കീലിനോട് വിളിച്ച് കാര്യങ്ങൾ പറയാഞ്ഞാൽ അത് ഞാൻ പറഞ്ഞോളാം. അത് സഫീർ അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞോളാം കേട്ടോ. തൽക്കാലം നീ ഇവിടെ വന്ന് കിടക്ക്. അങ്ങനെ അതാ അവർ 2 പേരും അവിടെ കിടക്കുന്നു. ശരിക്കും ഉറക്കമേ വരുന്നില്ല. ആഷിക്കാണെങ്കിൽ അതിലേറെ ടെൻഷൻ. റബ്ബേ, അത്രക്കും വിശ്വസിച്ച് ഏൽപ്പിച്ച തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ അവളെ പെണ്ണ് കാണാൻ പോയിട്ട് വീണ്ടും സഫീർ മറ്റൊരു പെണ്ണിനെ കാണാൻ പോകുമെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു പ്രശ്നമുള്ള സങ്കടമുള്ള വിഷയം തന്നെയാണ്. പക്ഷെ സാരല്ല, പുറത്ത് കാണിക്കണ്ട. എല്ലാത്തിനും നമ്മൾ സപ്പോർട്ടായി നിൽക്കണം. സപ്പോർട്ടീവായിട്ട് എല്ലാം കാര്യങ്ങൾ നടത്തണം എന്ന് വെച്ച് ഒന്നും നഷ്ടപ്പെടുകയും ചെയ്യരുത്. അതെ റബ്ബേ, ഞാൻ നിന്നോട് പറയാണ്, എൻ്റെ സഫീറിനുള്ള പെണ്ണ് എൻ്റെ റിസ്വാന വക്കീൽ തന്നെയാണ്, വേറെ ആരുമല്ല. അല്ലാ, എങ്കിലും ആ ഉമ്മ പറഞ്ഞ സ്ഥിതിക്ക് ആ ഉമ്മയുടെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഒന്ന് നമ്മൾ കൊടുത്തു നോക്കുക എന്ന് മാത്രം. എന്നാൽ ഈ സമയം നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ വീട്ടിൽ, അവരുടെ വീട്ടിൽ സന്തോഷം അലതല്ലുകയായിരുന്നു. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ നിക്കാഹിന് പെട്ടെന്ന് തന്നെ നിക്കാഹ് നടത്തണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പെണ്ണുകാണലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ അത് അവരുടെ ആ വീട്ടിൽ, അത് നാട്ടിൽ വെച്ച് നല്ലൊരു നിക്കാഹ് തന്നെ നടത്തണം എന്നതാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ സഫീറിൻ്റെ ഉമ്മ കാട്ടിക്കൂട്ടുന്നൊന്നും അവരറിയുന്നില്ലല്ലോ. അങ്ങനെ അതാ അന്ന് പുലർച്ചെ നമ്മുടെ ആശുസ്താദിനും മനസ്സിനുള്ളിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. സാരല്ല, എടാ സഫീർ, എടുത്തോ, സാധനങ്ങളൊക്കെ എടുക്കാനുള്ള എടുത്തോ, ഇനി എന്തായാലും ക്ലാസ് തുടങ്ങിയിട്ടല്ലേ നമ്മൾ വരികയുള്ളൂ. അങ്ങനെ അതാ അവർ മനമില്ലാ മനസ്സോടു കൂടി അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുക്കുന്നു. അത് ടിക്കറ്റ് എടുക്കുവാൻ പോകണം. സഫീറിൻ്റെ മുഖമാകെ ചുവന്നിരിക്കുന്നു. ആശയെ ശ്രദ്ധിച്ചു. സാരല്ലടാ, തൽക്കാലം നീ നിൻ്റെ ഉമ്മക്ക് വേണ്ടി, ഉമ്മ ഇനിയിപ്പോൾ എത്രയൊക്കെ തന്നെ നീച പ്രവൃത്തികൾ ചെയ്യുന്നവരാണെങ്കിലും, ഉമ്മ എത്ര തന്നെ ചീത്ത പറയുന്നവരാണെങ്കിലും, ഒരു പക്ഷേ അതെ അവരുടെ മനസ്സ് ഒരു നിമിഷം സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു നിനക്കതിൻ്റെ പ്രതിഫലം നൽകും. ശരിയാണ്, നീ പെണ്ണ് കണ്ടതാണ്, ഒക്കെ ഓക്കെയാണ്. ഉമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വന്നാൽ എന്തായാലും നിൻ്റെ കാലും കൈയും വിട്ടു, അതൊക്കെ പറഞ്ഞു, ഒക്കെ ഓക്കെ, നോ പ്രോബ്ലം. എത്രയാലും ഉമ്മ തന്നെയല്ലേ. അതുകൊണ്ട് എൻ്റെ പൊന്നു സഫീർ, നീ തൽക്കാലം ഒന്നും വിഷമിക്കല്ലേ, ഒന്നും വിഷമിക്കാതെ ബുദ്ധിമുട്ടാതെ വളരെയധികം സന്തോഷത്തോടു കൂടി നീ പോകണം.
നീ വളരെ സന്തോഷത്തോടു കൂടി റാഹത്തോട് ഇസ്സത്തോടു കൂടി പോകണം. അത് ആ ഒരു ഉമ്മ പറഞ്ഞ സ്ഥിതിക്ക്. അല്ല എങ്കിൽ ഒരു പക്ഷേ നിനക്ക് കാലാകാലം അവരുടെ ശാപം വന്നുകൊണ്ടേയിരിക്കും. തൽക്കാലം കുറച്ച് സമയത്തെങ്കിലും ആ ഒരു മനസ്സൊന്ന് സന്തോഷിപ്പിക്കുവാൻ കഴിഞ്ഞാലും അത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. എന്തായാലും നിന്നെ വിളിച്ചോ, നീ ധൈര്യമായിട്ട് പോകണം കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, ഇനി പെണ്ണ് കാണാൻ പോയാലും വന്നാലും പോയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, പക്ഷെ അവിടെ എത്തണം. ഉമ്മ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ എത്തണം. അതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിലായല്ലോ? എന്നാൽ സഫീർ ദയനീയമായി നോക്കി ആയിഷയെ. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് ഉമ്മ പറഞ്ഞതിനനുസരിച്ച് ഒന്നുകൊണ്ട് പോകുക വരിക, അത്രയേ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹുവിൻ്റെ വിധി പോലെ വരും കേട്ടോ. ഒരു പക്ഷേ ആ പെണ്ണിനെ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ. നീ പറയണം, ഉമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഉമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ, നോ പ്രോബ്ലം. പക്ഷേ ഉമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയാൽ ഏറ്റവും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം വരില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നീ പറയുന്ന പോലെ ചെയ്യേ. അങ്ങനെ അവർ രണ്ടുപേരും ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി പോകുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ. റിസ്വാന വക്കീലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ തളർന്നു പോകുന്ന പോലെ. കാരണം എന്നെ രക്ഷിച്ചത് അവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രക്കും എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടം തോന്നി. പഠിച്ചോനെ അല്ലാ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അല്ലാ. എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകല്ലേ അല്ലാ. പക്ഷേ ആഷി ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് ശരിയാണ്. ഉമ്മ പറഞ്ഞത് അനുസരിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് നൽകിക്കഴിഞ്ഞാലോ. തൽക്കാലം ഉമ്മയെ വെറുപ്പിക്കണ്ട, ഇങ്ങനെ പോകാം. അല്ലെങ്കിലും ഇസ്ലാമിൽ ഉമ്മയെ വെറുപ്പിക്കണമെന്ന് എവിടെയുമില്ലല്ലോ. എല്ലായിടത്തും ഉള്ളത് നമ്മൾ ഉമ്മമാരനുസരിക്കണം, ബഹുമാനിക്കണം എന്നാണ്. പക്ഷേ എൻ്റെ ഉമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴാണ് ചെറിയൊരു ടെൻഷന്. റബ്ബേ, എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. പടച്ച റബ്ബേ, എനിക്ക് നീ ഹൈറായ ജീവിതം, ഞാൻ ആഗ്രഹിച്ച ജീവിതം തരണേ അല്ലാ. അങ്ങനെ അന്ന് ടിക്കറ്റെല്ലാം എടുത്ത് ആഷിയും ഷെഫി ഉസ്താദും നാട്ടിലേക്ക് പോകുന്നു. എന്തൊക്കെ തന്നെയായാലും ആഷി ഉസ്താദിൻ്റെ ഉമ്മയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മനോഹരമായ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ വരുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി ഐഷുവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ സഫീറും ആഷിയും നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സഫീർ നേരെ റിസ്വാന വക്കീലിനെ വിളിക്കുന്നു. അല്ലാ, ഉസ്താദാണല്ലോ വിളിക്കുന്നത്. ഇത്രയും പുലർച്ചെന്താ ഉസ്താദ്? ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്തുസ്താദേ ഈ സമയത്ത്? ഒന്നുമില്ല മോളെ, ഞങ്ങൾ നാട്ടിലേക്കൊന്ന് പോവുകയാണ്. ആണോ? മാഷാ അല്ലാ. അല്ല, ഉസ്താദ് പോവുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഇൻഷാ അല്ലാ ഇത്തവണ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ പോകുന്നത്. ആണോ? നിങ്ങൾ രണ്ടുപേര് പോവാണോ? ആയിക്കോട്ടെ, പഠിച്ചോ തുണക്കട്ടെ. ഇനി എന്നാ? ഞാൻ ഒരു കാര്യം പറയണ്ട അത്യാവശ്യമായിട്ട്. മോളൊന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. എന്തൊക്കെ തന്നെയല്ലോ നീ ദുആ ചെയ്യുക. കാരണം ഞാൻ നിന്നോട് പറയാതിരുന്നാലും അതൊരു ചതിയായിരിക്കും. എന്തുസ്താദേ? അതായത് ഒന്നുമല്ല, നമ്മുടെ സഫീറിന് ഉമ്മ വിളിച്ചിട്ടുണ്ട്. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു പെണ്ണ് കാണലുണ്ട്, ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാ, ശരിക്കും? റിസ്വാന വക്കീൽ ഞെട്ടിപ്പോയി. ഇല്ല, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അതായത് എന്താണെന്ന് വെച്ചാൽ, ഏതായാലും ഉമ്മ വിളിച്ചതല്ലേ, ഉമ്മ വിളിച്ച സ്ഥിതിക്കൊന്ന് പറഞ്ഞേക്കുക. പിന്നെ ഇഷ്ടപ്പെടണോ ഇഷ്ടപ്പെടാത്തൊക്കെ അതൊരു വേറെ വിഷയം. പക്ഷേ ഇനി ആ വിളിച്ചിട്ട് ചെന്നില്ല എന്നുള്ള ഒരു വിഷമം വേണ്ടല്ലോ. ഇനി അവരുടെ മനസ്സ് വേദനിക്കേണ്ട. ഒരു പക്ഷേ ഉമ്മമാർ ഇനിയിപ്പോൾ എത്ര മോശക്കാരാണെങ്കിലും ഹൃദയം പൊട്ടിയൊന്ന് കരഞ്ഞ് ദുആ ചെയ്താൽ പടച്ചോൻ ചിലപ്പോൾ സ്വീകരിക്കും. അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വെറുപ്പിക്കേണ്ട മോനെ, നീ പോക്, നീ ചെല്ല്, നീ പോയി കണ്ട് ഒക്കെ വര്. പക്ഷേ വിവാഹം പിന്നെ നിനക്ക് ഇഷ്ടമല്ല പറയാലോ, ഇഷ്ടപ്പെട്ടിട്ടില്ല പറയാലോ. എന്നാലും നീ ചെന്നു എന്നുള്ളൊരിതുണ്ടാവുമല്ലോ. എന്നാൽ റിസ്വാന വക്കീലിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ, ഞാൻ ആഗ്രഹിച്ച, ഞാൻ ഏറെ പ്രതീക്ഷിച്ച, എൻ്റെ പുരുഷനാകാൻ കൊതിച്ച അദ്ദേഹം മറ്റൊരു പെണ്ണിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ റിസ്വാന വക്കീലിൻ്റെ മനസ്സ് വല്ലാതെ ഇങ്ങ് വേദനിച്ചു. പക്ഷെ അവൾ പുറത്തേക്ക് കാണിച്ചില്ല. അവൾ എല്ലാം പടച്ച റബ്ബിലർപ്പിച്ചു. മോള് വിഷമിക്കല്ല കേട്ടോ. ഒന്നുകൊണ്ടും ഇൻഷാ അല്ലാഹ് എല്ലാം വിധിയായിരിക്കും. ഓരോന്ന് പടച്ച റബ്ബിൻ്റെ കൽപ്പനകളനുസരിച്ചല്ലേ
പക്ഷെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മോൾ ഒരിക്കൽ പോലും വിഷമിക്കരുത്, അതാ പറയാനുള്ളത്. വിഷമിക്കരുത്, ദുഃഖിക്കരുത്. എന്തായാലും സഫീറിന് തീരെ താല്പര്യമില്ല, അവന് പോകാൻ ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ നിർബന്ധത്തിനാണ് പോകുന്നത്. ഒരു പക്ഷേ ഉമ്മമാരുടെ പ്രാർത്ഥന അത് ഏറ്റവും വിലപ്പെട്ട പ്രാർത്ഥനയാകുമ്പോൾ അതൊരു പക്ഷേ അള്ളാഹു സ്വീകരിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പൊന്ന് മോളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ ഉസ്താദെ. ഇല്ല ഉസ്താദെ, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം വരാം. എനിക്കറിയാം, എൻ്റെ ഒരു ശിഷ്യയായ എൻ്റെ റിസ്വാന മോൾ എനിക്ക് നന്നായിട്ടറിയാം. ഒന്നും കൊണ്ടുമല്ല കേട്ടോ, പക്ഷേ പറയാതിരിക്കുന്നത് മോശമല്ലേ. അപ്പം മോൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റഹ്മാനെ, ഞാൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് എനിക്ക്, അത് നീ സാധിപ്പിച്ചു തരണം റഹ്മാനെ, അത് പൂർത്തീകരിച്ച് തരണം റഹ്മാനെ. അതെ, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ ഞാൻ പറഞ്ഞു തരാനുള്ള പ്രാർത്ഥനയല്ലേ, അത് മോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഒന്നും മനസ്സിൽ വിഷമമൊന്നും ഉണ്ടാകരുത്. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് ഇപ്പോൾ. ഞങ്ങൾ വീട്ടിലേക്ക് ഇനിയിപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തും. ഇനി ബാക്കിയുള്ളതൊക്കെ മോളുടെ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് കേട്ടോ. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ പ്രിയപ്പെട്ട ആഷി ഉസ്താദ് അതാ റിസ്വാന വക്കീലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ വിങ്ങി പൊട്ടിക്കൊണ്ടാണെങ്കിലും അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, ഹൈറ് ആണെങ്കിൽ എല്ലാം നടക്കണേ അല്ലാ, ഷർറാണെങ്കിൽ എല്ലാം ഒഴിഞ്ഞു പോകണേ അല്ലാ. എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട സഫീറിന് യാതൊന്നും വരുത്തല്ലേ അല്ലാ. പഠിച്ചോനെ, എനിക്കൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ല എങ്കിലും ഹൈറായൊരു ജീവിതം ഉസ്താദിന് നൽകല്ല, മാതാപിതാക്കളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട്. അതായിരുന്നു അവൾ ദുആ ചെയ്തിരുന്നത്. അങ്ങനെ അതാ ഫ്ലൈറ്റ് പറന്നകന്നു, അതെ, നാട്ടിലേക്ക്. പക്ഷേ സഫീറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായിരുന്നു. അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. എന്തെന്നറിയില്ല, എന്തോ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പോകുന്ന പോലെയാണ് സഫീറിന് തോന്നിയത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.